അവരുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ധാരാളം വിനോദോപാധികളും ആഘോഷ സൗകര്യങ്ങളും ആസ്വാദന സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ഉള്ളത്. അതിരുകളില്ലാത്ത വണ്ണം എല്ലാവർക്കും അതിൻ്റെയൊക്കെ സൗകര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ അത്യന്താധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ തുറന്നിടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വകാര്യതകൾ മുതൽ സാമൂഹികമായ സംവിധാനങ്ങളെ അടക്കം വലയം ചെയ്യാനും കുരുക്കിലാക്കാനും കെണിയിൽ വീഴ്ത്താനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ഇത്തരം സംവിധാനങ്ങൾ ആഗോള തലത്തിലും പ്രാദേശിക തലങ്ങളിലുമൊക്കെ സംവിധാനിക്കുന്നത്. അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ പലതരം ആഘോഷങ്ങളുണ്ട്, പലതരം വിനോദങ്ങളുണ്ട്, പല കാര്യങ്ങളും ആസ്വദിക്കുന്നതിനും അനുഭവിക്കുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ വിഷയങ്ങളിലൊക്കെ അതിൻ്റെ ഹലാലിൻ്റെയും ഹറാമിൻ്റെയും പരിധികളിൽ നിന്നുകൊണ്ട് കരുണാവാരിധിയായ അല്ലാഹുവിൻ്റെ കൽപ്പനകളെ പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാനങ്ങൾ ആസൂത്രിതമായി തന്നെ മറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പല സന്ദർഭങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ മറുപടി പറയുന്നവരല്ല ഇന്ന് ലോകത്തിൻ്റെ രാഷ്ട്രീയ, മത, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര സംവിധാനങ്ങളൊന്നും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കലാ, സാഹിത്യം, പരിസ്ഥിതി, വിദ്യാഭ്യാസം ഏതെടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കും. എല്ലാ മനുഷ്യനും വേണ്ടിയാണ്. പക്ഷെ മനുഷ്യനെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാടെന്താണ്? മനുഷ്യനെ ഇവർ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്, എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? മനുഷ്യന്റെ അടിസ്ഥാനപരമായ ദൗത്യങ്ങളെന്ന്, നിലപാടുകളെന്ന്, എവിടെ നിന്നാണിവൻ, എന്തിനാണിവൻ, ആരാണിവൻ, എങ്ങനെയാണിവൻ, എവിടേക്കാണിവൻ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വർത്തമാനകാലത്ത് നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ, അതിൽ നിന്ന് രൂപപ്പെടുന്ന അതിൻ്റെ ഭൗതികമായ മറ്റു സംവിധാനങ്ങൾ, വിദ്യാഭ്യാസം, കലാ, സാഹിത്യം, രാഷ്ട്രീയ, മതം ഒക്കെ, അതിലൊന്നും ഇവർ എന്ത് ചെയ്യുന്നില്ല, വളരെ കൃത്യമായ മറുപടികൾ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് നൽകുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്, എനിക്ക് ഇല്ലാ ഹയാത്തുന ദുനിയ നമൂത്തു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ. മനുഷ്യൻ ജനിക്കുന്നു, മരിക്കുന്നു, പിന്നീട് കാലം അവനെ അവസാനിപ്പിക്കുന്നു. ഇതാണ് ചരിത്രത്തിലെ എല്ലാ ഭൗതികന്മാരും മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വർത്തമാനം എന്ന് പറയുന്നത്. അവരൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിലേക്കുള്ള ഹ്രസ്വവും ദീർഘവുമായ യാത്രയിലാണ്. രണ്ടും അങ്ങനെ പറയാം. ദീർഘം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ദീർഘമായ യാത്ര എന്ന് പറയുന്നത് അനന്തമായി നീളുന്നതൊന്നുമല്ല, അറ്റമില്ലാതെ നീളുന്ന ഒരു യാത്രയല്ല നമ്മുടെ മുമ്പിലുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്കറിയില്ലായ്മ കൊണ്ട് മാത്രമുള്ള ആത്മവിശ്വാസത്തിലാണ് ജീവിതത്തെ നമ്മൾ ദൈനംദിനം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവരും ആഗ്രഹിക്കാത്തവരും ഒക്കെ അതിവേഗതയിൽ നമ്മളോട് വിട പറഞ്ഞ് അപകടകരമായ സ്വഭാവത്തിൽ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കരുത്തുള്ളവനും, നല്ല സൗകര്യങ്ങളുള്ളവനും, അധികാരമുള്ളവനും, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളിലും വിരാജിച്ചവനും, ഒന്നുമില്ലാത്തവനും, പരമദരിദ്രനും, പച്ചപ്പാവവും ഒക്കെ ഒരു സമയത്തിൻ്റെയും നീക്കിവെപ്പ് ബാക്കിയില്ലാതെ വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദീർഘമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് ഒരു ദീർഘവുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഹ്രസ്വമാണ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ വളരെ ചെറിയതാണ് ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ച്, പരലോകത്ത് എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നതിനെ കുറിച്ച് ഹദീസിലും ഖുർആനിലും ഒക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. കലംഹിൽ ബസർ, കണ്ണ് ചിമ്മി തുറക്കണ പോലെ നിന്നു നിങ്ങൾക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ സാഅത്തുൻ മിനൻ നഹാർ, ചില പകലിലെ ചില മണിക്കൂർ. സാഅത്തുൻ മിനൻ നഹാർ എന്ന് പറഞ്ഞാൽ രാത്രി പകൽ ഒരു ദിവസം പോലും നമ്മളിവിടെ ദുനിയാവിലെ ജീവിച്ചിരിക്കണമെങ്കിൽ നമുക്ക് തോന്നില്ല. നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ തന്നെ നിത്യജീവിതത്തിലെ പല അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ആശുപത്രിയിൽ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞുകൂടിയത്, വലിയ രോഗാവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയത്, സാമ്പത്തികമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയത്. പക്ഷെ ഇപ്പൊ ആലോചിച്ചാൽ എന്താ നിങ്ങൾക്ക് തോന്നുക? ഒക്കെ വളരെ ഇപ്പോൾ നമ്മളിപ്പോ കോവിഡ് കഴിഞ്ഞില്ല, അപ്പോൾ 2 കൊല്ലം അതിഭീകരമായി
നിങ്ങളടുത്ത് പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ തോന്നുന്നുണ്ടോ അതിന്റെ വലിപ്പവും ചെറുപ്പമൊക്കെ എന്താണെന്ന് സംഭവിച്ചത് എന്ന് പോലും? അതൊരു ചെറിയ സംഭവം മാത്രമായിരുന്നു. അതിലപ്പുറം നമ്മളാരും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി 2 വർഷം നമ്മളെ ബന്ദികളാക്കി പുറത്തിറക്കാൻ കഴിയാതെ ഓരോ മനുഷ്യന്റെയും ചലനങ്ങളെ കബറടക്കി വീട്ടിലടക്കി വെച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ആ സമയത്ത് വലിയ സമ്മർദ്ദങ്ങൾ, വലിയ സംഘർഷങ്ങൾ, ആ മനഃശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കന്മാരും ഒക്കെ മനുഷ്യൻ എവിടെ എത്തും, ഈ ഒരു സാഹചര്യത്തെ ഇവൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നൊക്കെ വളരെ പ്രയാസപ്പെട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസമൊന്നും തോന്നണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വളരെ കുറഞ്ഞൊരു സമയം നമ്മളതിൽ ചെലവഴിച്ച് പോയി എന്നാണ് തോന്നുന്നത്. ഇന്ന് നമ്മുടെ വിസ്മൃതിയാണ് അതിന്റെ കാരണം. കാര്യങ്ങളെ ഫീഡ് ചെയ്ത് വെക്കുന്നിടത്തും അത്യാവശ്യത്തിന് എടുത്തിട്ട് ഏതാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നുള്ളിടത്തും നമുക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അത്യാവശ്യം ഫീഡ് ചെയ്ത് വെക്കണമൊക്കെ. മറവികൾ നല്ലതാണ്, പക്ഷെ എല്ലാം മറക്കാൻ പാടില്ല. ചിലത് അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചില സമയത്ത് ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെക്കുറിച്ചും നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കുറച്ചും കൂടി ഗൗരവതരമായ രീതിയിൽ വിശകലനവും വിലയിരുത്തലും ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അവനവന്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുക, നമ്മൾ രോഗബാധിതരാകുന്നതിനെ കുറിച്ച് ആലോചിക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിടപറച്ചിലുകളെ കുറിച്ച് ആലോചിക്കുക, നമ്മളെ യാത്ര പറഞ്ഞവരെ കുറിച്ച്, നമ്മളെ യാത്ര അയച്ചവരെ കുറിച്ച് ആലോചിക്കുക. ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഏത് സന്ദർഭത്തിലൂടെയാണോ നമ്മൾ കടന്നു വന്നിട്ടുള്ളത് ആ സന്ദർഭങ്ങളെ കുറിച്ച് ചില സമയത്തൊക്കെ ഒന്ന് അലമാരയിൽ നിന്ന് പഴയ സാധനമൊക്കെ എടുത്ത് വെക്കണ മാതിരി ഓർമ്മകളുടെ മുമ്പിലേക്ക്. അതിനാണ് ധ്യാനം ഇരിക്കാനും ധാരാളം സമയം പ്രാർത്ഥിക്കാനും കുറച്ച് സമയം അള്ളാഹ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരുന്നിട്ട് കണ്ണിൽ വെള്ളം നിറച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാനും ഒക്കെ പറയണത്. അത് നമ്മളെ സ്ഫുടം ചെയ്യാനും നമ്മളെ തെളിമയിലേക്ക് കൊണ്ടുപോകാനും കുറച്ചും കൂടി വിശുദ്ധിയിലേക്കും നിലപാടുകളിലേക്കും ഒക്കെ തിരിച്ചു കൊണ്ടുപോകാനൊക്കെ അതിന് പറ്റും. അതുകൊണ്ട് അത്തരം ഓർമ്മകൾ, ആ വിഷയം നമുക്ക് അവിടെ വെക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, അപ്പൊ അങ്ങനെ കോവിഡിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ധാരാളം കിട്ടും. ഇത്ര മയ്യത്ത് നമ്മളൊക്കെ കൊണ്ടുപോയതൊന്നും മുഖം പോലും കാണാൻ കഴിയാതെ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പാനും ഇമ്മാനും കുട്ടികളും ഒക്കെ ആദ്യഘട്ടത്തിലൊക്കെ തോണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടാ കവറടക്കിയിരുന്നത്. മുള കൊണ്ടൊക്കെ കുത്തിയിട്ടിട്ട് ദൂരത്തുനിന്ന് തള്ളി മാറ്റിയിട്ട് JCB കൊണ്ട് കോരിയിട്ടൊക്കെ മയ്യത്ത് കൊണ്ടുപോയിട്ട് അടക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ഗതികേടുകളൊന്നും ആലോചിച്ച് നോക്കി. പക്ഷെ ആ സംഭവം എന്ന് പറയുന്നത് ഇപ്പം വളരെ ഹ്രസ്വമാണ്. നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ പോലും ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് നിങ്ങൾ 2 കൊല്ലത്തെ ആ കഷ്ടപ്പാട് പോലും ഇങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ 65, 70, 100 കൊല്ലമൊക്കെ നമ്മളിവിടെ ജീവിച്ചത് അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോൾ അള്ള ചോദിക്കുമ്പോൾ എത്ര കാലം ജീവിച്ചിരുന്നോ? ഏതാനും മണിക്കൂറുകൾ മാത്രം നമ്മളിവിടെ ചെലവഴിച്ചതായിട്ട് മാത്രമേ ഒരു മനുഷ്യന് തോന്നുന്നുള്ളൂ. പകലിലെ ഏതാനും മണിക്കൂറുകൾ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണ് ചെമ്പി അടക്കണ ഒരു നേരമൊക്കെ അത്രയും ഹ്രസ്വമാണ്, അത്രയും ലഘുവാണ്, അത്രയും നിസ്സാരമാണ് അള്ളാന്റെ മുമ്പിൽ ആ ജീവിതം എന്ന് പറയുന്നത്, അള്ളാന്റെ മുമ്പിൽ ആയുസ് എന്ന് പറയുന്നത്. ഈ ആയുസ്സും ഈ ശരീരവും ഈ നമ്മുടെ അസ്തിത്വവും നമ്മളൊക്കെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരിക്കലും ആലോചിക്കാൻ പറ്റാത്തവണ്ണമുള്ള സങ്കീർണമായ ഒരു ഘടനയിലേക്ക് ഇന്നത്തെ ഭൗതിക ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളും ആഴത്തിലും ഗൗരവത്തിലും ശക്തിയിലും പൂർണ്ണതയിലും അതിന്റെ ബോധ്യതകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ, തിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണമുള്ള ആലസ്യങ്ങളുടെയും ആഘോഷങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ ഒരു ലോകം ഇവരെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ തളപ്പിലും അതിന്റെ മതിമറക്കലിലും അതിന്റെ പൊളപ്പിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളൊക്കെ ഉള്ളത്. അൽഹാഖുമുത്തഖാസുർ, പരസ്പരം പെരുമ കാണിക്കാനും മത്സരിക്കാനും ഈ ചെറിയ ദുനിയാവിന് വേണ്ടി എന്തൊരു മത്സരമാണ് അധികാര കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബില്ല് പോലും അതിന്റെ ഭാഗമാണല്ലോ. സംഘപരിവാരത്തിന് അതിജീവിക്കാൻ വേണ്ടിയുള്ള കുറുക്കുവഴി മാത്രമാണ്. നന്മയ്ക്ക് വേണ്ടിയല്ല, വിശുദ്ധിക്ക് വേണ്ടിയല്ല, മൂല്യങ്ങൾക്ക് വേണ്ടിയല്ല, നീതിക്ക് വേണ്ടിയല്ല, സത്യത്തിന് വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടിയല്ല, ഇന്ത്യക്ക് വേണ്ടി പോലും അല്ലാതെ വളരെ വളരെ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇന്നത്തെ ഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അധികാര കേന്ദ്രങ്ങളുടെ റിമോട്ടിന് അനുസൃതമായി, പ്രൊജക്ടുകൾക്ക് അനുസൃതമായി ഇന്ത്യയിലെ സംഘപരിവാർ അപകടകരമായ വലകൾ നെയ്ത് വിരിച്ച് ഈ രാജ്യത്തെ കെണിയിലകപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മത്സരമാണ് എങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തോൽപ്പിക്കുക. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളും ഗ്രൂപ്പുകളും മതസംഘടനകളും ഒക്കെ മത്സരത്തിലാണ്. വഖഫിൽ പോലെ അവർ മത്സരിക്കും. അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മളിപ്പോൾ കടന്ന് ഞാൻ അതല്ല വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. വഖഫിന്റെയൊക്കെ മുമ്പിലുണ്ട് പ്രാർത്ഥനകൾ കൊണ്ടും വിശുദ്ധി കൊണ്ടും അങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടടച്ചിട്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാനും കൂടെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കോടതി വളരെ സ്തുത്യർഹമായ രീതിയിൽ വിശകലനം ചെയ്തിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കുമ്പോൾ ബാബരി മസ്ജിദ് മുതൽ നമ്മളെ സ്നേഹിച്ചതാണ് ബാബരി മസ്ജിദ്, നമ്മളെ സ്നേഹിച്ചതാണ് ഗുജറാത്ത്, നമ്മളെ സ്നേഹിച്ചതാണ് മുത്തലാഖ്, നമ്മളെ സ്നേഹിക്കുകയാണ് ഇപ്പൊ വഖഫൊക്കെ വെച്ചിട്ട്. ബുദ്ധമതക്കാരനായ മന്ത്രിയാണ് കിരൺ റിജ്ജു. അദ്ദേഹത്തിനെ രംഗത്തിറക്കിയിട്ടാണ് അപകടകരമായ കരുക്കള് സംഘപരിവാർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാൻ 4 അടി മുന്നോട്ട് വെച്ചിട്ട് 10 അടി ഇസ്ലാം ഈ ഉമ്മത്തിനെ പിന്നോട്ട് വലിക്കാനുള്ള
അപകടകരമായ പ്രൊജക്ടുകളുള്ളവരാണ് സംഘപരിവാർ. ജഡ്ജിയെ വേണമെങ്കിൽ അവരെ കൊല്ലും, ഇവർക്ക് മടിയൊന്നുമില്ല. വധിക്കപ്പെട്ട ജഡ്ജിമാരുണ്ട്, വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വധിക്കപ്പെട്ട മന്ത്രിമാരുണ്ട്. ഗുജറാത്തിലൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ, ജയിലിലടക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. സംഘപരിവാരത്തിനെ വെല്ലുവിളിക്കുന്നവരെ വ്യക്തിപരമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യും. അപകടകരമായ അധോലോക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ ചിലപ്പോ മനുഷ്യനാശത്തിലേക്ക്. ഏത് ജഡ്ജിക്കും അല്ലല്ലെങ്കിൽ പിന്നെ എന്താവും? അവനാന്റെ ജീവനാണ് ഏറ്റവും വലുത്. അല്ലണ്ടെങ്കിൽ പിന്നെ മരണത്തെക്കാൾ മരിക്കുന്നതിലൂടെ എന്ന് പറഞ്ഞത് മുസ്ലിം സമുദായത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ എത്ര ചെയ്യാനും അടിയാനും പൊളിയാനും വിലയില്ലാത്തവരൊക്കെ ആയിട്ട് മാറാനുള്ള കാരണം എന്താണ്? റസൂൽ തിരുമേനി ചണ്ടി പോലെ, കുളത്തിലെ ചവറ പോലെ, നൊരയും പതയും ഒക്കെ പോലെ, കാറ്റിലെ കരിയിലകളൊക്കെ പോലെ പാറിപ്പോകുന്ന ഒരു വിലയുമില്ലാത്ത വണ്ണം നിങ്ങൾ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ്? അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, റസൂലെ ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണ് ഇത്തരം പീഡകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ നല്ലോണം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ വെള്ളത്തിലെ നുരയും പതയും പോലെയാണ്, ചവറ പോലെയാണ്, ആർക്കും നിങ്ങൾ ഒരു വില ഉണ്ടാവില്ല. അപ്പൊ എന്താ അതിന്റെ കാരണം? വനം സലവിക്കുമ്പോൾ വഹന, നിങ്ങൾക്ക് വഹന ഇറങ്ങിയിട്ടുണ്ടാവും. റസൂൽ എന്താണ് ഈ വഹന എന്ന് പറഞ്ഞാൽ? ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള ആസക്തി, ഭൗതികതയും. നമ്മളീ പറഞ്ഞ ദുനിയാവുണ്ടല്ലോ, ഈ നൈമിഷികമായ ദുനിയാവിന്റെ വ്യാമോഹങ്ങളിൽ, അതിന്റെ വളപ്പിലും ഒക്കെ പെട്ടിട്ട് അതാണ് അടിസ്ഥാനമെന്നും അതിനു വേണ്ടിയാണ് എന്റെ ജീവിതമെന്നും അത് കിട്ടലാണ് എന്റെ വിഷയമെന്നും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ട് ദുനിയാവിനെ വാരിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളും ആസൂത്രണങ്ങളും പ്രയോഗങ്ങളും മത്സരങ്ങളും ഒക്കെ ആയിട്ട് കെട്ടുപണഞ്ഞ് പരാജയപ്പെട്ടവനായിട്ട് നിങ്ങൾ മാറും. വഖറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടാകും, പേടിക്കും നിങ്ങൾ മരണം എന്ന് പറയുന്നത് അല്ല അങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത്. ആസ്വദിക്കുന്നതാണ് പറഞ്ഞത് മരണത്തെ കുറിച്ച്. രുചി ആസ്വദിക്കും. ഞാനൊരു സാധനം കഴിച്ചാൽ അതിന്റെ രുചി വേറൊന്നായിരിക്കും. നിങ്ങൾ കഴിച്ചാൽ വേറെ, ഒരേ സാധനം തന്നെ കഴിച്ചാല് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരു പൊതു രുചി ഉണ്ടാകും. പക്ഷെ അതിന്റെ രുചി എന്ന് പറയുന്നത് വൈവിധ്യത്തോടു കൂടിയാണ് നമ്മൾ അനുഭവിക്കുക. നമ്മുടെ ടേസ്റ്റിന്റെ, നമ്മുടെ മസ്തിഷ്കത്തിന്റെ, അതിന്റെ DNA ഒക്കെ പ്രോഗ്രാമുകളുടെ വ്യത്യാസത്തിനനുസരിച്ച് ഒരേ വസ്തുവിന്റെ പോലും ടേസ്റ്റില് വ്യത്യാസം അനുഭവിക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്നത് നാവിൽ വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് മസ്തിഷ്കം അതിനെ പിടിച്ചെടുക്കുന്നത് പോലെ, മനസ്സ് അതിനെ അഭിമുഖീകരിക്കുന്നത് പോലെ മരണം എന്ന് പറയുന്നതിന് എല്ലാവരും അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്താണെങ്കിലും നിങ്ങൾ മരണത്തെ ഓരോരുത്തരും നിങ്ങൾ ആസ്വദിക്കും. നിങ്ങൾ ഒരുമിച്ച് മരിച്ചാലും ശരി, ഒറ്റക്ക് മരിച്ചാലും ശരി, നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു ഘട്ടത്തിലൂടെ, അത് സെക്കൻഡുകളാണെങ്കിലും പോലും, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകേണ്ടതില്ല, നമ്മൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ, മരണപ്രാളങ്ങളിലൂടെ വ്യക്തികൾ കടന്നു പോകും എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മളെ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ഈ മരിക്കാൻ മനുഷ്യന് ഭയം ഉണ്ടാവുക. മരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. മരിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികളൊക്കെ എന്ത് ചെയ്യും? അധികാര കേന്ദ്രങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കും. അവർക്ക് ഓശാന പാടുന്നവരായിട്ട് മാറും. അവരുടെ നിയന്ത്രണങ്ങൾക്കും അവരുടെ നിശ്ചയങ്ങൾക്കും അവരുടെ നിർണയങ്ങൾക്കും ഒക്കെ വഴങ്ങിക്കൊടുക്കുന്നവരായിട്ട് മനുഷ്യൻ മാറുക അവിടെ വെച്ച്. ഇതിന്റെ മറുപുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു നിങ്ങളോട് കച്ചവടം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും സമ്പത്തിനെയും അല്ലാഹു വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിൽക്കേണ്ട, നിങ്ങൾ മതസംഘടനകൾക്ക് വിൽക്കേണ്ട, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ഭൗതിക നിയന്ത്രണ ശക്തികൾക്കൊന്നും നിങ്ങളുടെ സമ്പത്തിനെയും ശരീരത്തിനെയും നിങ്ങൾ വിൽക്കരുത്. നിങ്ങൾ ഭീരുവാകും, നിങ്ങൾ തോറ്റവനാവും, നിങ്ങൾ പരാജയപ്പെട്ടവനാവും, നിങ്ങൾ നിഷ്ക്രിയനാവും, നിങ്ങൾ നിസ്സഹായനാവും, നിങ്ങൾ നിന്ദ്യനാവും. എപ്പോൾ? മരിക്കാൻ ഭയമുള്ള ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് മരിപ്പിക്കുക. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. സംഘപരിവാരം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കൊല്ലുമെന്ന് പറയും. അപ്പൊ പിന്നെ കോടതി വിധിയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? തരുൺ ഗൊഗോയിനെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അറിയാം നിങ്ങൾ? സംഘപരിവാരത്തിനെതിരെ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാർ ഭരണകൂടത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു. ഇന്ത്യയിലെ ഗവൺമെന്റിന് അധികാരം കൈകാര്യം ചെയ്യുന്ന ശക്തിക്കെതിരെ ഇവർ നടത്തുന്നത് വൃത്തികേടാണ് എന്ന് 3 ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, 2-3 അതിൽപ്പെട്ട ആളായിരുന്നു തരുൺ ഗൊഗോയ്. അറിയാം നിങ്ങൾ? സർക്കാരിനെതിരെ സംസാരിച്ച അയാളെ പിന്നെ ചെയ്തെന്താന്ന് നിങ്ങൾ? പെൺകുട്ടിനെയാണ് വിട്ടുകൊടുത്തു, ഒരു പെണ്ണിനെയാണ് കൊടുത്തു. ഈ ചങ്ങായി വീണു. എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ട് എന്തായാലും പറയാം, അന്ന് പറയേണ്ട ഒരു പേര് പറയലുണ്ട്, പ്രത്യേക കേസ്. ഇയാൾക്കെതിരെ കേസ് കൊടുത്തു, തരുൺ ഗൊഗോയ്ക്കെതിരെ. എന്നെ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു.
കേസ് പിടിപ്പിച്ച് സുപ്രീം കോടതി ജഡ്ജിയാണ്. കഴിഞ്ഞ കഥ. പിന്നെയാണ് ബാബരി മസ്ജിദിന്റെ വിധിയൊക്കെ വരുന്നത്. പിന്നെയാണ് അയാൾ സംഘപരിവാരത്തിന്റെ MP ആകുന്നത്. ഒന്നുകിൽ കൊല്ലപ്പെടൽ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വഴങ്ങി കൊടുക്കൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ഭാഗം അവിടെ നിർത്താം നമുക്ക്. അതുകൊണ്ട് വഖഫ് കോടതി വിധി തൽക്കാലം ഇന്നലെ മിഞ്ഞാന്നൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സുഖമൊക്കെ തോന്നും. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അഗാധമായ പ്രാർത്ഥനകൾ, ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ, അതിശക്തമായ സമ്മർദ്ദങ്ങൾ അധികാരഘടനയിലും സംഘടനാ സംവിധാനങ്ങളിലും ഉദ്യോഗസ്ഥ മേഖലയിലും മീഡിയ രംഗത്തുമൊക്കെയുള്ള ആളുകൾക്കിടയിൽ ഇതിന്റെ അസത്യങ്ങളെ, ഇതിന്റെ അർദ്ധസത്യങ്ങളെ, ഇതിന്റെ കെണികളെ, ഇതിന്റെ കുരുക്കുകളെയൊക്കെ കഴിച്ച് വളരെ സത്യസന്ധമായി തോൽപ്പിക്കാനും ജയിക്കാനും ആരുടെ മുകളിൽ പോകാനൊന്നുമല്ല. ഇത് മനുഷ്യത്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കും അവനെ നിലനിർത്തുന്ന സംവിധാനങ്ങൾക്കുമെതിരെയുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തിക്കൊടുക്കുക. ഇത് ഇന്ത്യയൊന്നും അല്ല, ഇന്ത്യ ഗവൺമെന്റും അല്ല, ഇത് സംഘപരിവാർ മാത്രമാണ്. യഹൂദിസത്തിന്റെ പ്രൊജക്റ്റാണത്. നിങ്ങൾ ഇതിന്റെ ബാക്കിയിലേക്ക് ഇപ്പൊ നമ്മൾ കടന്നു പോകണ്ട. ഇന്ത്യയിൽ ഇപ്പോൾ ഇസ്രായേലിൽ എന്താണോ ഫലസ്തീനിൽ അവർ ചെയ്തിട്ടുള്ളത്, അതേ കളി, അതേ പ്രോഗ്രാമുകൾ നമുക്കതൊന്നും ശകഞ്ഞ് പരിശോധിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഫലസ്തീനിൽ ഗസയിൽ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസറൊക്കെ നമുക്ക് എന്തായിരുന്നു, റോഡ് വെട്ടാനും അതുപോലെ തന്നെ നമ്മൾക്ക് കുന്നു പിടിക്കാനും കുടി തൂർക്കാനും ഒക്കെ ഉള്ള സാധനമായിരുന്നു ബുൾഡോസർ. പക്ഷെ ഇസ്രായേലിന്റെ ബുൾഡോസർ അതല്ല. ഫലസ്തീനികളെ നരവേട്ട നടത്താൻ, അവരുടെ വീടുകൾ തകർക്കാൻ, അവരുടെ സ്ഥാപനങ്ങൾ തകർക്കാൻ, അവരുടെ സംവിധാനങ്ങളെ എതിരിടാൻ പറ്റാത്തവണ്ണം നിസ്സഹായമാക്കി തോൽപ്പിക്കാനുള്ള ഉപകരണമായതുപോലെ ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ ഗവൺമെന്റ് എങ്ങനെയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ദലിതുകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഇത് പ്രയോഗിക്കുന്നത് എന്ന് കാണുമ്പോൾ ബുൾഡോസർ കേവലം ഒരു കാർഷികവും വ്യാവസായികവും വ്യാപാരപരവുമായ ആവശ്യങ്ങൾക്കപ്പുറം സമുദായത്തിനെയും അതിന്റെ സ്വത്തുക്കളെയും അതിന്റെ വ്യക്തികളെയും തോൽപ്പിക്കാൻ പറ്റുന്ന വസ്തുവായി അവർ മാറ്റിയെടുക്കുന്നത്. ഇതൊക്കെ ഇസ്രായേലിന്റെ പ്രൊജക്റ്റാ. ഇസ്രായേൽ എന്താണോ ചെയ്യുന്നത് അതേ കളികൾ, അതേ നീക്കുപോക്കുകൾ. അതുകൊണ്ട് പറഞ്ഞത് ആ ഭാഗം അവിടെ നിർത്തുക. നന്നായിട്ട് പ്രാർത്ഥിച്ചു. റബ്ബനാ ലാ തജഅൽനാ ഫിത്രതൻ ലില്ലദീന കഫറു. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് അവർക്ക് വെച്ചു കൊടുക്കരുത്. അവിടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. നിസ്കാരത്തിലേക്ക് ശേഷം ആരോ നടത്തും, ആരോ നമ്മളെ സഹായിക്കും. നമ്മൾ മുന്നിലുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ പിന്നിൽ വരും. നമ്മൾ മുന്നിലില്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരും വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ വരേണ്ടതില്ല. സാമുദായിക, ജാതീയ, വർഗീയ സ്വഭാവത്തിൽ പോലുമല്ല. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, അവനവന്റെ അടിസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. അത് ഈ രാജ്യത്തെ 130 കോടി മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങൾ, ഞങ്ങൾക്ക് മരണത്തെ പേടിയില്ല, ഞങ്ങൾക്ക് മരണത്തെ പേടിയില്ല, അധികാര കേന്ദ്രങ്ങളെ ഭയമില്ല. ഞങ്ങൾക്ക് സത്യവും നീതിയുമാണ് പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി. പക്ഷെ അതൊരു ഭൗതിക ടെർമിനോളജിയിൽ സത്യവും നീതിയും സംരക്ഷിക്കുന്നതിനപ്പുറം അള്ളാഹുവിലേക്ക് അതിനെ കൂട്ടിവെക്കണം. സത്യവും നീതിയുമാണ് ഈ വേദഗ്രന്ഥം. മനുഷ്യരോട് ഈ ഖുർആൻ സംസാരിക്കുന്നത് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട വേദഗ്രന്ഥത്തെ പിൻപറ്റുന്ന ഞങ്ങൾക്ക് ആരുടെ പ്രശ്നമാണെങ്കിലും ശരി, മുസ്ലിങ്ങളുടെ മാത്രം സാമുദായിക പ്രശ്നങ്ങളല്ല, ഈ രാജ്യത്തിലെ ഓരോ മനുഷ്യരുടെയും പ്രശ്നങ്ങളിൽ ആ സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് നിലനിൽക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കും. അത്രയും വിശാലാണല്ലോ ഖുർആൻ. ശത്രുവിനോട് പോലും എഴുതലോ അക്രബലി തഖ്വ. ശത്രുവിനോ ഇപ്പൊ RSS പ്രശ്നത്തിൽ പെട്ടാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അത് RSS ആണ്, പള്ളി ഒളിച്ചവനാണെന്ന് പറഞ്ഞിട്ട് അസത്യത്തിൽ നിന്നിട്ട് അവനെ ഒക്കാൻ പറ്റില്ല. നമുക്ക് അപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അവന് വല്ല ശരിയുമുണ്ടെങ്കിൽ, അവന്റെ ന്യായമായത് വല്ലതും അപഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നന്മയുടെ പക്ഷത്തും നീതിയുടെ പക്ഷത്തും നിന്നിട്ട് അള്ളാന്റെ പ്രയോഗം നോക്കണം. നിങ്ങൾ അള്ളാഹ് പറയണം, ശത്രു നിങ്ങൾക്ക് സത്യത്തിന്റെ സാക്ഷികളാകുന്നത് കൊണ്ട് നിങ്ങളുടെ ശത്രുക്കൾക്കാണ് ലാഭമുണ്ടാകുന്നതിൽ പോലും നീതിയുടെ പക്ഷത്തു നിന്നും സത്യത്തിന്റെ പക്ഷത്തു നിന്നും നിങ്ങൾ മാറരുത്. നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾക്കും സഹോദരിക്കും സുഹൃത്ത് നിസാല അത് ശരിക്കും പറയുന്നുണ്ട്. പല അംഫുസിക്കും നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും നീതി നിങ്ങൾ മാറരുത്. സത്യത്തിൽ നിന്ന് നമുക്ക് വർഗീയ പ്രശ്നങ്ങളല്ല, മുനമ്പം മുതൽ വഖഫ് വരെ വർഗീയ പ്രശ്നങ്ങളല്ല, സാമുദായിക പ്രശ്നങ്ങളല്ല, സത്യത്തിന്റെയും നീതിയുടെയും പ്രശ്നങ്ങൾ. അപ്പൊ അവിടെ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവസാനങ്ങൾ വന്നിട്ട് നമ്മൾ മുന്നിലുണ്ടെങ്കിൽ സമുദായം ആരെങ്കിലൊക്കെ നേടിത്തരും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ മുതൽ ബാബരി മസ്ജിദ് മുതൽ വഖഫ് അടക്കം നേടിത്തരാൻ ലോകത്താരുമില്ല. കാരണം അവരെയൊക്കെ തന്നെ നമ്മളെക്കാൾ വലിയ കെണികളിൽ ഈ ലോകത്തെ ഈ ഭൗതിക സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നവർ വീഴ്ത്തിക്കളഞ്ഞ് നമ്മൾ മുമ്പിലുണ്ടെങ്കിൽ, പ്രവാചകത്വ പ്രസ്ഥാനങ്ങളായി നമ്മൾ മുമ്പിലുണ്ടെങ്കിൽ ഇവരൊക്കെ വേക്കിൽ വരും. നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ വഖഫില് സുപ്രീം കോടതിയിൽ വളരെ വളരെ നന്നായി ആ വശത്തേക്ക് നമ്മൾ കടന്ന് വേണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാർത്ഥിക്കണം.
ഞങ്ങളെ നീ ഇവർക്ക് അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവർ, നീതി കാണിക്കാത്തവർ, വിശുദ്ധി കാണിക്കാത്തവർ, ഇവർക്കൊന്നും ഞങ്ങളുടെ മുകളിൽ നീ ആധിപത്യം നൽകല്ലേ. റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ പ്രാർത്ഥിക്കണേ നിങ്ങൾക്ക്? ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെയും ഞങ്ങളോട് ഭയമില്ലാത്തവരെയും ഞങ്ങൾക്ക് മുകളിൽ നീ അധികാരം കൊടുക്കല്ലേ. ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവർ ആരാണോ അവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണം. പക്ഷെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള അർഹതയും യോഗ്യതയും ഒക്കെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരികയാണെങ്കിൽ സംഗതികൾ വരും. ഇൻഷാ അല്ലാഹ് ഭാഗത്തോടെ ഒക്കെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, വഖഫിന്റെ പ്രശ്നമടക്കം എന്ന് പറയുന്നത് ഭൗതികമായ അതിജീവനത്തിന് വേണ്ടി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടുകാഴ്ചകളുടെ ഭാഗമാണവർ. വളരെ അപകടകരമായ വർത്തമാനങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വാങ്കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ചില കാര്യങ്ങൾ പിന്നീട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ, എല്ലാ നബിമാർക്കും നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. നബിമാരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, എക്സ്പ്രസ് ഹൈവേയിലൂടെ ടോള് കൊടുത്തിട്ട് എതിരെ വണ്ടി വരില്ല, കയറ്റല്ല, ഇറക്കല്ല, വളവില്ല, തിരിവില്ല, അണ്ട് പോയാൽ മതി. എല്ലാവരും പൂവിടും, എല്ലാവരും പൂജ ചെയ്യും, എല്ലാവരും പരമധാരി വിരിക്കും, എല്ലാവരും സ്വീകരണം കൊടുക്കും. ഇങ്ങനെ ഒരു പ്രവാചകന്മാരുണ്ടായിട്ടില്ല, പ്രവാചകത്വ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹ് പറയുന്ന വർത്താനം വളരെ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട് ഖുർആൻ പല സ്വഭാവത്തിലും. അത് ഇവിടെ പറയുന്നത് ജിന്നിലും ഇൻസിലും പെട്ട പിശാചുക്കളിൽ നിന്ന് ധാരാളം ശത്രുക്കളെ പ്രവാചകന്മാർക്ക് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അള്ളാന്റെ തന്നെ നിയന്ത്രണത്തിന്റെയും നിർണയത്തിന്റെയും ഭാഗമായിട്ട് അങ്ങനെ ചില സംഗതികൾ നടന്നിട്ടുണ്ട്. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ, ഈ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുകൾ പരസ്പരം വഹയ്യ് ദിവ്യബോധനം നൽകിക്കൊണ്ടിരിക്കുന്നു. അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നാലോചിച്ച്, സ്വകാര്യതകളിൽ ഇരുന്നാലോചിച്ച്, അവരുടെ തെറ്റായ മാനസിക പ്രോഗ്രാമുകളിൽ നിന്ന്, മസ്തിഷ്കപരമായ ചിന്തകളിൽ നിന്ന് ഒട്ടും ശരിയല്ലാത്ത പ്രവണതകൾ, ഊഹാപോഹങ്ങളും നിരീക്ഷണങ്ങളും നിലപാടുകളും ഒക്കെയായി പുറത്തു വന്ന് അതൊക്കെ അവരെന്ത് ചെയ്യുന്നു? പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടികളിൽ, സംഘടനകളിൽ, ഉദ്യോഗസ്ഥന്മാരിൽ, അധികാര കേന്ദ്രങ്ങളിൽ, മീഡിയകളിലൊക്കെ അതിനെ സംബന്ധിച്ചുള്ള ഒട്ടും വസ്തുതയില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ പരസ്പരം വഹ്യ് കൊടുത്ത് ഉത്ബോധനവും നിരീക്ഷണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് സുഖ്റുഫൽ ഖൗലി ഖുറൂറ, വഞ്ചനാത്മകമായ കള്ളക്കഥകൾ, തട്ടിപ്പിന്റെ കള്ളക്കഥകൾ. എന്നാൽ സുഖ്റുഫ് എന്ന് പറഞ്ഞാല് നല്ല അലങ്കരിച്ച് മനോഹരമായി, പക്ഷെ ഉള്ളു വളരെ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന, ഒട്ടും ശരിയല്ലാത്ത, യഥാർത്ഥ അലങ്കരിച്ച ശരിയായ സൗന്ദര്യത്തിന് സീനത്ത് എന്നാ പറയാം. ഇതങ്ങനെയല്ല. ഇത് പുറത്തേക്ക് നല്ല ചൊറുക്കുണ്ടാവും, ഉള്ളിൽ അങ്ങനെയാണല്ലോ. കിരൺ റിജിജു പറഞ്ഞു, നിങ്ങൾ നിയമസഭയിലെ പാർലമെന്റിലെ പ്രസംഗം കേട്ടിന്, ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. പ്രധാനമന്ത്രി ഇപ്പോഴും പറയും ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. എന്തൊരു സ്നേഹമാണ് ഈ സമുദായത്തിനോട്, സംഘപരിവാറിന്. എല്ലാം നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. വചനങ്ങൾ ഒളിപ്പിച്ചു വെച്ച്, തങ്കം കൊണ്ട് പൊതിഞ്ഞ്, നല്ല പൗഡർ ഇട്ട്, വൈറ്റ് വാഷ് ചെയ്ത്, അപകടകരമായ സാങ്കേതിക ഡിപ്ലോമാറ്റിക് പ്രയോഗങ്ങൾ നടത്തി മനുഷ്യരെയും ജനങ്ങളെയും സംവിധാനങ്ങളെയും ഒക്കെ അപഹരിക്കുന്ന കെട്ടുകാഴ്ചകളും വർത്താനങ്ങളും ഒക്കെ അവര് പറയും. അല്ലാഹ് പറയണം. അപ്പൊ അല്ലാഹ് ഇങ്ങോട്ട് പിന്നെ അല്ലാഹ് കൂടെ അല്ലാഹ് ഉദ്ദേശിച്ച പോലെ ഇങ്ങനെയൊന്നും ചെയ്യൂല. അല്ലാഹ് അപ്പൊ തന്നെ അവിടെ സ്വിച്ച് ഓഫ് ആക്കാം. പക്ഷെ ഇത് അള്ളാഹുവിന്റെ വിധി. അള്ളാഹ് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചില സംഗതികളുണ്ട്. അവിടുന്ന് പുറപ്പെട്ടാൽ അത് അവിടെ എത്തണം. അതിനിടയിൽ പിന്നെ അള്ളാഹു എന്ത് ചെയ്യൂല? ടച്ച് പിടിക്കൂല. പരീക്ഷ എഴുതുന്നവന് എഴുതാനുള്ള അവസരം കൊടുക്കും, തോൽക്കുകയാണെങ്കിലും ജയിക്കുകയാണെങ്കിലും. അള്ളാഹ്ക്കറിയാൻ തോൽക്കുകയെ ചെയ്യുള്ളൂ. ഓന്റെ കളിയും ഓന്റെ നിലപാടും ഓന്റെ സമീപനങ്ങളും ഓനെല്ലാം കണ്ടിട്ട് അവിടെ വെച്ചിട്ടോ പരീക്ഷ എഴുതണ്ടെന്ന് അള്ളാഹ്ക്ക് തീരുമാനിക്കാം. പക്ഷെ വിടൂല അള്ളാഹ്. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഇവരൊക്കെ പോട്ടെ, ഇത് അള്ളാഹ് തീരുമാനിച്ചാണ്. ഫദറഹും, വിട്ടോ അവരെ. ഈ അവരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളെയും സമീപനങ്ങളെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഇവരുടെ കുരുക്കുകളിലും കെണിയിലും കുഴിയിലും ചുഴിയിലും നിങ്ങൾ പെട്ടുപോകേണ്ട കാര്യമില്ല. അവരെ കെട്ടിച്ചമക്കുന്നതും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിരുവിട്ടതുമായ കാര്യങ്ങളിൽ അവരങ്ങനെ പോയിക്കോട്ടെ. അതിനിടങ്ങാറാവേണ്ട കാര്യമൊന്നും ഇല്ല നമ്മളോട് പറയും. അതുകൊണ്ട് പണിയെടുക്കേണ്ടെന്നല്ല, നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട്. എടുക്കേണ്ട പണി രണ്ട് ഭാഗത്തും. ഒന്ന് ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നതോട്, ഈ ഏപ്രിൽ 23 ഒരു പരിപാടി ഉണ്ട് എറണാകുളത്ത് വെച്ചിട്ട്, ഒരു പ്രതിഷേധ സത്വരം. ഇവിടുന്ന് 10 മണിക്ക് ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. വഖഫ് വിഷയത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന വലിയൊരു പ്രതിഷേധ പരിപാടിയാണ്. പോകാൻ സാധ്യത വ്യക്തിപരമായിട്ടൊക്കെ പോയി നിങ്ങൾ സാധിക്കുന്ന ആളുകളൊക്കെ. കാരണം അവനാന്റെ എല്ലാം നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് പിടിച്ചു നിർത്താനും പിടിച്ചു വെക്കാനും ഒക്കെ ഉള്ള നമ്മളുടെ ശ്രമങ്ങളിലേക്കുള്ള ഒരു സന്നദ്ധത, അല്ലെങ്കിൽ നമ്മുടെ ഒരു പങ്കാളിത്തം
എന്നുള്ള നിലക്ക് 23-ാം തീയതി ഇവിടെ വെച്ചിട്ട് 4 ബസ്സുകൾ പോകുന്നുണ്ട്. എറണാകുളത്ത് വെച്ചിട്ടാണ് പരിപാടി. ബഹുസ്വര ഒരു സംഘടനാ പരിപാടിയാണെങ്കിൽ പോലും എല്ലാ സംഘടനകളിലും പെട്ടവർ മതേതര രംഗത്തെ ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. അല്ലാതെ ഒരു സംഘടനാ പ്രമാദിത്വത്തിന്റെ പരിപാടിയായി നമുക്ക് അതിന്റെ റോൾ എടുക്കാം. കേരളത്തിലെ അറിയപ്പെടുന്ന മിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരുടെയും മതസംഘടനാ നേതൃത്വങ്ങളെയും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന വലിയ സമരങ്ങളിലെന്നാണ് 23-ാം തീയതി എറണാകുളത്ത് നടക്കാൻ പോകുന്നത്. പേഴ്സണൽ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇനി കോഴിക്കോട് വലിയൊരു പരിപാടി വരുന്നുണ്ട്. എല്ലാ മുസ്ലിം സംഘടനകളെയും അണിനിരത്തിക്കൊണ്ട് പുറമെ നിന്നുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാറ്റിലും നമ്മൾ പങ്കെടുക്കാൻ പഠിക്കണം. സംഗതികൾ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് ഈ രാജ്യത്തിന് ഉണർച്ചയും ഉണർവും ആത്മവിശ്വാസവും ആത്മാഭിമാനവും ചരിത്രത്തിന്റെ ഇന്നലകളെ പരിശോധിച്ച് ഇന്നത്തെ വഴികേടുകളെ തിരിച്ചറിയാനും ഒക്കെയുള്ള ആഴങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റണമെങ്കിൽ നമ്മൾ ഒരുമ്പിട്ടിറങ്ങണം. നല്ല രീതിയിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് രംഗത്ത് വരണം. അതുകൊണ്ട് 23-ാമത്തെ പരിപാടിയും അതുപോലുള്ള പരിപാടികളിലുമൊക്കെ നമ്മുടെ പങ്കാളിത്തങ്ങളും സംഗതികളും ഒക്കെ ഉണ്ടാകണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുന്നു. കരുണാവാരിധി അല്ലാഹു എല്ലാ വിഷയങ്ങളിലും നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ ഒരിക്കലും കൂടി എല്ലാ വിഷയത്തിലും ഈ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പ്രത്യേകിച്ച് ഞാൻ ആ വിഷയം കുറിച്ച് പറയണമെന്ന് കരുതിയത് പല ഭാഗങ്ങളിലൂടെ പോയപ്പോൾ അതിലേക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ശ്രദ്ധയിൽ വെക്കാം. ലോകത്ത് നമ്മുടെ മുമ്പിൽ തുറന്നു വിടപ്പെട്ട കുറേ ആസ്വാദനങ്ങളുടെയും ആഘോഷങ്ങളുടെയും വിനോദങ്ങളുടെയൊക്കെ സൗകര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ, അതിലൊക്കെ പങ്കാളിത്തം വഹിക്കുന്നതിൽ അതിൻ്റെയൊക്കെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കണം, പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഉണർത്തണം. മൊബൈൽ മുതൽ TV അടക്കം കമ്പ്യൂട്ടർ മുതൽ ബാക്കി സംവിധാനങ്ങളടക്കം ഒറ്റക്കും വ്യക്തിപരമായി സംഘടിതമായിട്ടൊക്കെ നടത്തുന്ന ആഘോഷങ്ങൾ, പരിപാടികൾ, അതിലൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ അടുത്ത് ന്യായം പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിലൊക്കെ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവേണ്ടത് എന്നുകൂടി എന്നെ നിങ്ങളെയൊക്കെ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞ കാര്യത്തിലും വഖഫ് മുതൽ ഏത് വിഷയത്തിലും ഫലസ്തീൻ അങ്ങനെ തന്നെ നിൽക്കണം. ആരും ഒരു മുണ്ടാട്ടമില്ല. ഇസ്രായേൽ ഏകപക്ഷീയമായി. പക്ഷേ അള്ളാഹിൻ്റെ ഇടപെടലുണ്ടാവും. പ്രവാചകത്വ പ്രസ്ഥാനമാണ് ഹമാസ് എന്ന് പറയുന്നത്. പ്രവാചകന്മാർ പോലും വധിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അല്ലാഹ് അറിയാത്തത്? നബിമാരും അവരുടെ കൈ കൊണ്ട് തന്നെ വധിക്കപ്പെട്ടിട്ടുണ്ട്. യഹ്യാ നബി വധിക്കപ്പെട്ടിട്ടുണ്ട്, സഖറിയ നബി വധിക്കപ്പെട്ടിട്ടുണ്ട്, ഈസാ നബിക്ക് അവർ കുരിശ് വിധിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. ഇബ്രാഹിമിനെ കൊണ്ടുപോയിട്ട് തീരിട്ടിട്ടുണ്ട്. ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളഞ്ഞു പിടിക്കുന്നതിനുള്ള പദ്ധതികൾ, അതിനെ ഞെരുക്കി അമർത്തി താഴ്ത്തിക്കളയാനുള്ള പദ്ധതികൾ വളരെ നിഗൂഢം. അത് മാത്രമാണ് അജണ്ട. അതിലേക്ക് അവർ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിണി എല്ലാ വഴിയൊക്കെ. അതുകൊണ്ട് വഖഫിന് പ്രാർത്ഥിക്കണ പോലെ തന്നെ ആ സംഘത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അവര് പോയാൽ ഒരു ടൈം വരും. അവിടുത്തെ അതിൻ്റെ സിസ്റ്റമാണ്. അതിലൂടെ ഇറങ്ങാനുള്ള കാര്യമൊന്നുമില്ല. അതേസമയം നമ്മുടെ കാലത്ത് നമ്മളെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിസ്സഹായരും നിന്ദരായിട്ടൊക്കെ ചരിത്രത്തിൽ നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. അള്ളാഹുവിനോട് പ്രത്യേകമായ കാര്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കരുണാവാരിധി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരന്മാരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. സത്യത്തിനും നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനുള്ള ആർജവവും അഭിമാനബോധവും സ്ഥൈര്യവും ധൈര്യവും നൽകി അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്നവരാണ്. എല്ലാ തിന്മകൾക്കുമെതിരെ സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിന്ന് അണിനിരക്കാൻ മുസ്ലിം ഉമ്മത്ത് എന്നുള്ള നിലക്ക് ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ എന്നവരാണ്. നിന്റെ ഖുർആനും നിന്റെ പ്രവാചകന്മാരുടെ സുന്നത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള അറിവും കഴിവും സൗകര്യങ്ങളും നൽകി ഇതിന്റെ നേതൃത്വങ്ങളെയും ഇതിന്റെ അനുയായികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ എന്നവരാണ്. വലിയ വലിയ സമരങ്ങൾ മുതൽ രക്തസാക്ഷിത്വങ്ങളടക്കം ഇതിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരുണാവാരിധി അല്ലാഹുവേ അതൊക്കെയും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ എന്നവരാണ്. ഞങ്ങൾക്കെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവർ ആരാണോ അവരെ നീ ശിഥിലമാക്കണേ തമ്പുരാനെ. അവരുടെ കുതന്ത്രങ്ങൾ നീ തകർക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെയൊക്കെ തന്നെ ചെയ്തികളുടെ അനന്തരഫലങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവെ ഞങ്ങൾക്ക് കൂടുതൽ ശുദ്ധീകരിക്കപ്പെടാനും കൂടുതൽ വിശുദ്ധിയിലേക്ക് മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ള വഴികൾ തുറന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുട്ടികളെ, ഇണകളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ധാരാളം ഭവിഷ്യത്തുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. വഖഫ് ഒരു വിഷയമാണെങ്കിൽ മയക്കുമരുന്നും മദ്യവും അരാജകത്വവും ലൈംഗികതയും ഒക്കെ കുത്തഴിഞ്ഞ് ഞങ്ങളുടെ പുതിയ തലമുറയെ അതിൽ വീഴ്ത്താനുള്ള എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ യുവാക്കളെ, ഞങ്ങളുടെ യുവതികളെ, ഞങ്ങളുടെ ആൺകുട്ടികളെ, പെൺകുട്ടികളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. നല്ല സുരക്ഷിതത്വം നൽകി അവരെ വളർത്താനുള്ള സംവിധാനങ്ങളും ഇച്ഛാശക്തിയും അതിനുള്ള അറിവും കഴിവും നൽകി ഗൃഹനാഥന്മാരായ, വീട്ടിന്റെ ഉടമസ്ഥന്മാരായ, അവിടുത്തെ പ്രധാനപ്പെട്ടവരായ
മക്കളായി ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയൊക്കെ എല്ലാ വിഷയങ്ങളിലും ധാരാളം തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിൽ ധാരാളം പ്രശ്നങ്ങളിലൂടെ രോഗങ്ങളുടെ വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളും വാപ്പയും ഉമ്മയും ഒക്കെ ആയിട്ട് പലരും പ്രിയപ്പെട്ടവർ, നേതാക്കന്മാർ, സഹപ്രവർത്തകരൊക്കെ രോഗത്തിന് വഴങ്ങി ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകി, ആഫിയത്ത് നൽകി, സലാമത്ത് നൽകി നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ രോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന സാമ്പത്തികവും സാമൂഹികവും മാനസികവും കുടുംബപരവുമായ എല്ലാറ്റിനെയും സുഖറോടെയും സബത്തോടെയും അതിജീവിക്കാൻ അതിൻ്റെ ആളുകൾക്ക് നീ മനസ്സിനും ശരീരത്തിനും അവരുടെ ഭൗതിക സംവിധാനങ്ങൾക്കും തുറവികൾ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. അവർക്ക് നീ ശരീരത്തിലും മനസ്സിലും ആഫിയത്തും സലാമത്തും ശിഫയും നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, ഇണകളും കുട്ടികളും സഹപ്രവർത്തകരും നേതാക്കന്മാരും ഉണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും റാഹത്തും നൽകി അവരെ നീ സ്വീകരിക്കണേ നാഥ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനെ. അവർക്ക് നീ വെളിച്ചം നൽകണേ തമ്പുരാനെ. അവരുടെ ഖബറുകളിൽ അവർക്ക് നിർഭയത്വം നൽകണേ തമ്പുരാനെ. പരവശതകളിൽ നിന്നും വെപ്രാളങ്ങളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നാളെ ജനാത്തുൽ ഫർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവരെയും ഞങ്ങളെയും നീ തുണക്കണേ നാഥ. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله. صلى الله على محمد صلى الله عليه وسلم.